ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ്. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നെക്ക് ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ട്, അത്യാവശ്യം വൈഡായിട്ടുള്ള സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് നെക്കിൻ്റെ രണ്ട് സൈഡിലും എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് 2 മീറ്ററാണ്. ഇതൊരു കോട്ടൺ നെറ്റ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വരുന്നത് 60 ഇഞ്ചാണ്. 60 ഇഞ്ച് വീതി വരുന്നതുകൊണ്ടാണ് ഞാൻ 2 മീറ്റർ മാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 44 ഇഞ്ച് വീതി വരുന്ന ക്ലോത്ത് ആണെങ്കിൽ ഒരു 2.5-3 മീറ്റർ തുണി ആവശ്യമുണ്ടാവും. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് ലൈനിങ് തുണി 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതൊന്ന് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഞാൻ അതിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ 4 മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലെങ്ത്ത് എടുത്തെടുക്കുന്നത്, യോക്കിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ ഇവിടെ 15.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതൊന്നിങ്ങനെ ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഷോൾഡർ എടുത്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. ഷോൾഡർ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ലൈനും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 34 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ 4-1 8.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 10 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആം ഹോളൊന്നും വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആം ഹോൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അളവ് ഞാൻ കൊടുക്കുന്നത്, നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും 4 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് ലെങ്ത്തും വിഡ്ത്തും 4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഓഫ് ഷോൾഡർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണിത്. നിങ്ങൾക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു 4.5-5 ഇഞ്ച് വരെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, നമ്മളിത് ഈ നെക്ക് മാർക്ക് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന്, ഈ കോർണറിൽ നിന്ന് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവ് ഒന്ന് എടുത്ത് കൊടുക്കുക. വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവ് വരുന്നത് 7.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്നിങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്, നമ്മളിത് ഈ ഭാഗത്ത് കൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ഇത്രയും ഭാഗത്ത് കൂടെയാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. നമുക്ക് ഈ ഭാഗമാണ് ആവശ്യം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യണം. നമുക്കിത് ഇവിടുന്ന് മുതൽ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യം. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതപ്പം ബോഡി പാർട്ട് ഇങ്ങനെയാണ് കിട്ടുക. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാൻ ആദ്യം തന്നെ പേപ്പറിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് നമുക്ക് കുറച്ചൊന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ അവിടെ ഒരു ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്.
ഒരു സ്ലീവാണ് ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം തുടക്കക്കാർക്കൊക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്ലീവാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ സ്ലീവിൻ്റെ ഫോൾഡിങ് സൈഡ് വരുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഞാനിതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ സ്ലീവും ഷോൾഡറും ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനേക്കാളും ഒരു 2-2.5 ഇഞ്ചോ കൂടുതലായിട്ട് എടുത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു 11.5 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ ഒരു 2.5 ഇഞ്ച് കൂടുതലായിട്ട് ഞാനിവിടെ ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് കൂടുതലായിട്ട് ഒരു 14 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ആ 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പേപ്പർ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പേപ്പറിനെ ഇതിൻ്റെ ഫോൾഡിങ് സൈഡ് ഈ ഭാഗമാണെന്ന് പറഞ്ഞു, ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിച്ചിടുകയാണ്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് ഈ ഫോൾഡിങ് വരുന്ന ഭാഗം മുകളിലേക്കായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ യോക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ ചരിച്ച് കട്ട് ചെയ്ത ഈ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് നമ്മളിത് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇത് എത്ര വരുന്നുണ്ട് നോക്കണം. എനിക്കിവിടെ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ നെക്കിൻ്റെ അളവ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 4 ഇഞ്ചായിരുന്നു. അപ്പോൾ 4 ഇഞ്ച് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ട അളവ് 8 ഇഞ്ചെങ്കിലും കിട്ടണം. അതിലും കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 8 ഇഞ്ചെങ്കിലും കിട്ടണം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതൊന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത്, ഇവിടെയാണ് താഴ്ഭാഗം വരിക. ഇനി ഇവിടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ അളവ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് അളവ് എടുത്ത് കൊടുക്കണ്ട. ഞാനിവിടെ താഴെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കിട്ടുക. ഇതൊന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ലീവ് ഇങ്ങനെ 2 സ്ലീവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുണിയുടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് കറക്റ്റ് 19.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. ലെങ്ത്ത് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് 28 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എ ലൈനായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബോഡി പാർട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ വണ്ണം ഒന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വണ്ണം ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നിങ്ങനെ നേരെ താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നേരെ താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ താഴ്ഭാഗത്ത് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ താഴെ ഇങ്ങനെയൊന്ന് റൗണ്ടായിട്ടൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിങ്ങനെയാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാം തന്നെ നമ്മളെന്ത് ലൈനിങ് തുണിയിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ നല്ല തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസും നമ്മൾ ലൈനിങ് തുണിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് തുണിയിലും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടും സ്ലീവും അതേമാതിരി സ്കേർട്ട് പാർട്ടും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണി ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല വശത്താണ് ലൈനിങ് തുണി വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് മുകൾ ഭാഗം നെക്കിൻ്റെ ഈ ഭാഗം മുകളത്തെ ഭാഗം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഈ മുകളത്തെ ഭാഗം മാത്രം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ മുകൾ ഭാഗത്ത് ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ച് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈനിങ് ഉള്ളിലേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി എല്ലാ സൈഡും ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി നല്ല തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഫ്രണ്ടിലെ ഭാഗം നല്ല ഭംഗിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സെൻറ്ററിൽ ഈ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൽ കൂടെയാണ് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ എലാസ്റ്റിക്കിൻ്റെ അളവ് ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ്. ഇതിൻ്റെ അളവ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കിയാൽ എനിക്ക് അറിയില്ല. ഞാനൊരു കണക്കിന് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു 7 ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എലാസ്റ്റിക് കുറച്ചും കൂടെ ചെറുതെടുക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടെ ഫ്രില്ലായിട്ട് ഇവിടെ വരുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മളിതിൽ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് ഈ സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ഇങ്ങനെയാണ് വരിക. കറക്റ്റ് ഈ ചരിച്ച് കട്ട് ചെയ്ത ഭാഗമാണ് നമ്മളിത് ഇവിടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മളൊന്ന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഭാഗത്താണ്. അപ്പോൾ ആദ്യം തന്നെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ആ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ എലാസ്റ്റിക് കൊള്ളുന്ന മാതിരിയുള്ള ഈ എലാസ്റ്റിക് നമുക്ക് ഉള്ളിലേക്ക് കടത്തി വിടാൻ പറ്റണം. അതിനനുസരിച്ചുള്ള ഗ്യാപ്പിൽ വേണം നമ്മളിത് മടക്കി തയ്ച്ചു കൊടുക്കാൻ. അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എലാസ്റ്റിക്കിൽ ഒരു പിന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഈ എലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തു കൊടുത്തത് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തു കൊടുത്തിരുന്നത് 4 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബിൾ 8 ഇഞ്ച്. അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 9.5 ഇഞ്ചാണ് ഈ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ഈ ഒരു പിന്ന് വെച്ച് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇട്ട് കൊടുക്കാം.
നമുക്കിത് ഈ ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് കയറിപ്പോവും. ഈ ഭാഗം നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. നമ്മളത് എലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നെ ഊരിയെടുത്തതിന് ശേഷം ഈ ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ സ്ലീവ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് നെക്കിൻ്റെ ഭാഗമാണ് ഇത്. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ഈ സൈഡും നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് ഈ അറ്റം മടക്കി തയ്ക്കാം. അതിന് ശേഷം കുറച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് വെച്ചിട്ടാണ് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ സ്ലീവിൻ്റെ താഴെ മടക്കി തയ്ച്ചതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഞാനിവിടെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതങ്ങനെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 സ്ലീവും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡും നമ്മൾ എലാസ്റ്റിക് വെച്ചുകൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ സ്ലീവിൻ്റെ ഈ ചരിഞ്ഞ ഭാഗം ചരിച്ച് കട്ട് ചെയ്ത ഈ ഭാഗം ഈ യോക്ക് പീസിൽ ഈ ചരിച്ച് കട്ട് ചെയ്ത ഈ ഭാഗത്ത് വെച്ചിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതേമാതിരി ഈ സ്ലീവിൻ്റെ ചരിച്ച് കട്ട് ചെയ്ത ഭാഗവും ഈ യോക്ക് പോർഷനിലെ ചരിച്ച് കട്ട് ചെയ്ത ഭാഗവും ചേർത്ത് ഈ ഭാഗവും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സ്ലീവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ആദ്യം നമ്മൾ ഈ ചരിച്ച് കട്ട് ചെയ്ത ഈ ഭാഗവും സ്ലീവിൽ ചരിച്ച് കട്ട് ചെയ്ത ഈ ഭാഗവും ചേർത്ത് വെച്ച് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതേമാതിരി ഈ സ്ലീവിൻ്റെ അപ്പുറത്തെ സൈഡ് ബാക്ക് പീസിലും ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതേമാതിരി തന്നെ 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ മുകളിലത്തെ പോർഷൻ നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 2 സൈഡും ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ എലാസ്റ്റിക് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇങ്ങനൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്ക്വയർ നെക്ക് തന്നെ വേണമെന്നുള്ളവർ എലാസ്റ്റിക് വെക്കേണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടും. ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പോർഷനാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതും ലൈനിങ് തുണിയും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇതേമാതിരി ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ചൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതായത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ താഴെയും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ടൊന്നിങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ വെച്ച് ഇങ്ങനെ ഇതേമാതിരത്തെ ഷോ ബട്ടൺ വെച്ച് തുന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയൊന്ന് തുന്നി കൊടുക്കാം. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പ്ലെയിനായിട്ട് ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെ ബട്ടൺ വെച്ച് തുന്നി കൊടുത്താൽ അത് ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.